നമസ്കാരം. MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്താണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ അത് നിർബന്ധമായും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിൻ്റെ ബാക്കി പോർഷൻ ശ്രമിക്കാം. നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് എന്താണ്? 1857 കലാപത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം ധാരാളം കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ശിപ്പായിമാരൊക്കെ സൈന്യത്തിൽ അല്ലെങ്കിൽ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി. ഒന്നാം സ്വാതന്ത്ര്യ സമര ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം എന്താ? അവിടെ തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നിട്ട് അവഹേളനവുമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് മെയിനായിട്ടുണ്ടായ ഒരു കാരണം. ഇത് കാരണം തന്നെ ശിപ്പായിമാരെന്താക്കുകയാണ്? സമരത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. പക്ഷേ ഈ ഒരൊറ്റ കാരണം മാത്രമായിരുന്നില്ല. ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഉണ്ടായ ഒരു കലാപമായിരുന്നില്ല. ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 കലാപം എന്ന് പറയുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ചുരുങ്ങിയതൊരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അതിൻ്റെ ഒരു പ്രത്യാഘാതം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ശിപ്പായിമാർ സമരത്തിന് അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവത്തിന് ഇറങ്ങാൻ മെയിനായിട്ടുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് അവർ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ ഉപയോഗിച്ചെന്ന് പറയുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പായിരുന്നു ആരുപയോഗിച്ചിരുന്നത്? ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. ഈ ഒരു പ്രചരണം എന്താക്കി? ഈ സൈന്യത്തിലുണ്ടായിരുന്ന ശിപ്പായിമാരെ ഇന്ത്യൻ സൈനികന്മാരെന്താക്കി? പ്രകോപിപ്പിച്ചു. കാരണം എന്താ? ഈ ഇന്ത്യൻ സൈന്യത്തിലുണ്ടായിരുന്ന ശിപ്പായിമാരുണ്ടായിരുന്ന അധികം ആളുകളും ഹിന്ദു മതസ്ഥരും മുസ്ലിം മതസ്ഥരുമായിരുന്നു. അഥവാ ഹിന്ദു മതസ്ഥർ ബഹുമാനാസ്കരം കാണുന്ന ഒരു മൃഗമായിരുന്നു ഏത്? പശു എന്ന് പറയുന്നത്. ഈ ഒരു പശു, ദൈവതുല്യമായി കാണുന്ന ഈ പശുവിൻ്റെ കൊഴുപ്പ്. മുസ്ലിം മതസ്ഥരുടെ അടുക്കിലേക്ക് നോക്കിയാൽ പന്നി എന്ന് പറയുന്നത് അതെന്താക്കാൻ തൊടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു ജീവിയായിരുന്നു പന്നി എന്ന് പറയുന്നത്. അങ്ങനെ മുസ്ലിം മതസ്ഥരെയും ഹിന്ദു മതസ്ഥരെയും ഇത് വല്ലാതെ എന്താക്കി? പ്രകോപിപ്പിച്ചു. കാരണം അവർക്ക് നിഷിദ്ധമായത്, മുസ്ലിം മതസ്ഥർക്ക് നിഷിദ്ധമായ ഒരു വസ്തുവും തങ്ങൾ ദൈവമായി കാണുന്ന ഒരു ജീവിയും അല്ലെങ്കിൽ ഒരു മൃഗം എന്താകുകയാണ് അവരുടെ തിരകളിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് വല്ലാതെ ഒരു അസംതൃപ്തി ആരിലുണ്ടാവുകയാണ്? നമ്മുടെ ശിപ്പായിമാരിൽ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആദ്യമായിട്ട് ശിപ്പായിമാർ ഇറങ്ങുവാനുള്ള കാരണം. പിന്നെയും ഇവരുടെ കാരണമുണ്ട്. ശിപ്പായിമാർ ഇറങ്ങാനുള്ള ഒരു കാരണമായിരുന്നു ഇവർക്ക് തുച്ഛമായ വേതനമായിരുന്നു, അഥവാ തുച്ഛമായ ശമ്പളമായിരുന്നു ആരിൽ നിന്ന് ലഭിച്ചത്? ബ്രിട്ടീഷുകാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ദീർഘനേരമുള്ള ജോലി, അഥവാ ധാരാളം സമയം ഇവർ ജോലി എടുക്കേണ്ടി വരും. പക്ഷേ തുച്ഛമായ ശമ്പളം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. പിന്നീട് ഇവരെ, ഈ ഒരു ശിപ്പായിമാരെ തങ്ങളുടെ സൈനികരാണെന്ന് പോലും ശ്രദ്ധിക്കാതെ അതൊരു അടിമകളാണെന്നുള്ള മേലുദ്യോഗസ്ഥന്മാരുടെ നോട്ടം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതി, അടിമകളെ പോലെ എന്താക്കുകയാണ് ഈ മേലുദ്യോഗസ്ഥന്മാരുടെ ഇവരോട് പെരുമാറുക, ഇവരെ ശിക്ഷിക്കുക, ഇവരെ അടിക്കുക. അങ്ങനെ ഇവരെ മേലുദ്യോഗസ്ഥന്മാർ പല പീഡനങ്ങളും ഇവർക്ക് മേലെ ഏൽപ്പിച്ചു. മാത്രമല്ല മോശമായ ഭക്ഷണമായിരുന്നു ആർക്ക് ലഭിച്ചിരുന്നത്? ഈ ശിപ്പായിമാർക്ക് ലഭിച്ചിരുന്നത്. കാരണം ഇവർ ഒരു സൈനികരാണ്, അഥവാ തങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ ത്യജിക്കാൻ നിൽക്കുന്ന ആളുകളാണ്. അവരോട് പോലും നല്ല രീതിയിൽ ആര് പെരുമാറുന്നില്ല? ബ്രിട്ടീഷ് സൈന്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് പെരുമാറുന്നില്ല. അതേ സമയത്ത് ഇവർക്ക് മോശമായ രീതിയിലുള്ള ഭക്ഷണം, ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ സഹിച്ചതോടുകൂടിയാണ് ശിപ്പായിമാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ശിപ്പായിമാരിൽ നിന്ന് ആദ്യം പ്രതിഷേധം ഉയർത്തിയെന്ന് പറയുന്നത് അത് മംഗൾ പാണ്ഡെയാണ്. ആരാണ്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത് അന്നത്തെ സൈനിക നേതാവായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന സൈനിക യൂണിറ്റ് എന്ന് പറയുന്നത് 34ാമത് ബംഗാൾ നാറ്റീവ് ഇൻഫൻട്രിയാണ് ആരുണ്ടായിരുന്നത്? മംഗൾ പാണ്ഡെ ഉണ്ടായ സൈനിക യൂണിറ്റ്. ഇദ്ദേഹത്തിനോട് ഈ തിര ഉപയോഗിക്കാൻ ഇദ്ദേഹം ഇദ്ദേഹം ഇതിൽ ധാരാളം എതിർത്ത് നിന്നൊരു വ്യക്തിയായിരുന്നു ഈ ഒരു തിര ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇദ്ദേഹത്തോട് ഈ ഒരു തിര, പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുള്ള ഈ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച സൈനികൻ എന്താക്കി? വെടിവെച്ചു കൊന്നു. ബ്രിട്ടീഷ് സൈനികനെ വെടിവെച്ചു കൊന്നു. ആര്? മംഗൾ പാണ്ഡെ.
ഇത് കാരണത്താൽ തന്നെ വെടിവെച്ച് കൊല്ലുന്നത് എപ്പോഴാണ്? 1857 മാർച്ച് 29 ഈ ഒരു സംഭവം നടക്കുന്നത്. 1857 മാർച്ച് 29 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു സംഭവം കാരണം കൊണ്ട് തന്നെ 1857 ഏപ്രിൽ 8 എപ്പോൾ 1857 ഏപ്രിൽ 8 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്. വെറും 9 ദിവസത്തിന് ശേഷം മാർച്ച് 29 അവിടെ എന്താകുകയാണ്? ശിപ്പായി ഈ ഒരു തിര ഉപയോഗിക്കാൻ പറഞ്ഞ കാരണം കൊണ്ട് സൈനികനെ വെടിവെച്ച് കൊല്ലുകയും 9ാമത്തെ ദിവസം അഥവാ ഏപ്രിൽ 8 എന്താക്കുകയാണ്? അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സമരം ആദ്യമായി തുടങ്ങുന്നത്, നമ്മളിതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. ഇത് മാത്രമായിരുന്നില്ല കാരണം. 1848 ദത്തവകാശ നിരോധന നിയമം, അതുപോലെ 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവാ പുനർവിവാഹം, അതുപോലെ തന്നെ 1886 തന്നെ ജനറൽ സർവീസ് ഇൻ എൻലിസ്റ്റ്മെൻറ്റ് നിയമം. ഇതെല്ലാം ഇതിൻ്റെ ഒരു വലിയൊരു കാരണമായിരുന്നു. പിന്നീട് ഉണ്ടായ ഒരു കാരണമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനുവർത്തിച്ചു വന്ന പിടിച്ചുവെക്കൽ നിയമവും. ഇതെല്ലാം ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യം, അതാണ് പറഞ്ഞത്, ഏകദേശം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ തുടങ്ങിയ യുദ്ധമായിരുന്നില്ല ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം അല്ലെങ്കിൽ കലാപം എന്ന് പറയുന്നത്. ഇത് ധാരാളം വർഷങ്ങളോളം കൂടിയിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു പ്രത്യാഫലമായിട്ടാണ് ഒരു ദിവസം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു. ഇത് അധികം കാലം നീണ്ടു നിന്നിട്ടില്ല. 1857 ആരംഭിച്ച ഈ ഒരു യുദ്ധം 1858 ആകുമ്പോഴേക്ക് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും 1858 ഇത് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തായിട്ടില്ല, അത് വല്ലാത്തൊരു ഊർജം ആർക്ക് നൽകിയിട്ടുണ്ട്? ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു യുദ്ധം ഞങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കുമെന്ന് ആർക്ക് മനസ്സിലാവുകയാണ്? ഇന്ത്യൻ ജനതയ്ക്ക്, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഇത് മനസ്സിലാവുകയാണ്. ഞങ്ങൾ വെറും അടിമകളായിട്ട് ജീവിക്കേണ്ടവരല്ല, ഞങ്ങൾക്കും ധാരാളം അവകാശങ്ങളുണ്ടെന്ന് മനസ്സിലാവുകയും പിന്നീട് ഇത് ഒരു സ്ഥലത്തു മാത്രമായിരുന്നില്ല 1857 ഈ ഒരു വിപ്ലവം നടന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല കമ്മ്യൂണിറ്റികളായിട്ട് പല സംഘങ്ങളായിട്ടായിരുന്നു എന്തായിട്ടുണ്ടായിരുന്നത് ഈ ഒരു യുദ്ധം നടന്നത്. ഇവിടെ സംഘങ്ങളായിട്ട് കൂടി അവിടെ ഒരു യുദ്ധമെന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയാം, അഥവാ അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവം നടന്നതെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ 1858 അവസാനിച്ച ഈ ഒരു വിപ്ലവം അന്ന് മുഗൾ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. അതായത് ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ രാജാക്കന്മാരും കർഷകരും കരകൗശല തൊഴിലാളികളൊക്കെ എന്തായിരുന്നു? പങ്കാളികളായിരുന്നു. നമ്മൾ പറഞ്ഞു ദത്തവകാശ നിയമം എന്താക്കിയിട്ടുണ്ട്? എടുത്തു കളഞ്ഞു. 1848 ദത്തവകാശ നിരോധനം വന്നു എന്ന് പറഞ്ഞു. ഈ ഒരു കാരണം കൊണ്ടായിരുന്നു രാജാക്കന്മാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണം. എന്താണ് ഈ ദത്തവകാശ നിയമം എടുത്തു കളയെന്ന് പറഞ്ഞാൽ, അഥവാ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു രാജാവിന് ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ മറ്റൊരു കുട്ടിയെ ദത്തെടുത്തിട്ട് തൻ്റെ ഭരണം അവിടെ സേഫ്റ്റി ആക്കി വെക്കലായിരുന്നു ഓരോ രാജാവും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ചക്രവർത്തിമാർ ചെയ്തിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താക്കുകയാണ്? ഈ ഒരു നിയമം, ദത്തവകാശ നിയമം എന്ന് പറയുന്ന ഈ നിയമം എന്താക്കുകയാണ്? ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ, അത് നിരോധിച്ചു കളയുകയാണ്. ഇത് കാരണം കൊണ്ട് തന്നെ ആര് ഇവിടത്തേക്ക് ഈ ഒരു വിപ്ലവത്തിലേക്ക് കടന്നു വരികയാണ്? രാജാക്കന്മാർ കടന്നു വരികയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു കടന്നു വരുന്ന ആരാണ്? അത് ബഹദൂർ ഷാ രണ്ടാമനാണ് എന്താക്കുന്നത്? ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് വന്ന മുഗൾ ഭരണാധികാരി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കർഷകർ, അവരുടെ അവരുടെ കർഷകർക്ക് കിട്ടേണ്ടതായ നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അധിക ചുങ്കം എന്താക്കുകയാണ് ഇവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കുക ചെയ്ത കാരണത്താലാണ് ഇവരെന്താക്കിയത്? യുദ്ധത്തിനിറങ്ങിയത്. അങ്ങനെ കരകൗശല തൊഴിലാളികളൊക്കെ ഈ ഒരു യുദ്ധത്തിലേക്ക് എന്താക്കുകയാണ്? കടന്നു വരികയാണ്.
നമ്മൾ പറഞ്ഞു ഇതിൽ ദത്താവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാ നാട്ടുരാജാക്കന്മാരെന്താക്കിയത് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. കാരണം അവരുടെ രാജഭരണം അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഭരണം ഇവിടെ എന്താക്കുകയാണ്, മുറിഞ്ഞു പോവുകയാണ്. ഈ ഒരു ആൺകുട്ടിയാണ് എന്താക്കുക, പിന്നീടുള്ള കുട്ടികൾ അവിടുത്തെ രാജകുമാരനാണ് പിന്നീട് എന്താക്കേണ്ടത്, ഇവിടെ രാജ്യം ഭരിക്കേണ്ടത്. പക്ഷെ തനിക്ക് ആൺകുട്ടിയില്ല. ആ സമയത്ത് എന്താ ചെയ്യുക? അതുകൊണ്ടാണ് എന്താക്കിയത്, ഇവർ ദത്തെടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ എന്താക്കുകയാണ്, ദത്താവകാശ നിയമം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു സൈനികമായ കാരണങ്ങൾ കൊണ്ടാണ് ആര് വരുന്നത്, ശിപ്പായിമാർ കടന്നു വന്നത്. അതുപോലെ വികലമായ ഭരണ സാമ്പത്തിക മതനയങ്ങൾ കൊണ്ടാണ് ധാരാളം ആളുകൾ ഇതിലേക്ക് ആകർഷിച്ചിട്ട് ഈ ഒരു വിപ്ലവം വിജയകരമാക്കിയത്. വിജയകരമെന്ന് പറയുമ്പോൾ അവിടുന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വിജയകരം, ഒരു വിധത്തിൽ നോക്കുമ്പോൾ വിജയകരമല്ലെങ്കിലും മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ വിജയകരമാണ്. കാരണം 1947 സ്വാതന്ത്ര്യ സമരത്തിന് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം വല്ലാതെ എന്താക്കിയിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട്. കാരണം എന്താ, ഞങ്ങൾക്കും ഇതിന് സാധിക്കുമെന്നുള്ള ഒരു ഉൾവിളി അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്താക്കിയിട്ടുണ്ട്, ഇതിൽ നിന്ന് ലഭിച്ചത് കാരണത്താൽ തന്നെ അത് വല്ലാതെ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചില ഭാഗങ്ങൾ, മറ്റൊരു ഭാഗം നോക്കാം. കലാപത്തിൻ്റെ കാരണങ്ങൾ പലതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അനുവർത്തിച്ചു വന്ന പിടിച്ചടക്കൽ നയം, വികലമായ ഭരണ സാമ്പത്തിക മതനയങ്ങൾ എന്നിവയ്ക്കൊപ്പം സൈനികമായ കാരണങ്ങളും കലാപത്തിന് വഴിതെളിച്ചിട്ടുണ്ട്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്നായിരുന്നു സാമ്രാജ്യ വികസനം മുൻനിർത്തി ബ്രിട്ടീഷുകാർ സൈനിക സഹായ വ്യവസ്ഥ പോലെയുള്ള കരാറുകൾ ഇടപെടുത്തുക വഴി ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ദത്തവകാശ നിരോധന നിയമം പോലെയുള്ള നിയമങ്ങൾ പ്രയോഗിച്ച് അവരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു, അഥവാ സ്ഥാനം ഇല്ലാതാക്കുകയും ചെയ്തു. അങ്ങനെ ഭരണതലത്തിൽ ഉയർന്ന പദവികൾ ആരുടെ കയ്യിലേക്ക് വരികയാണ്? യൂറോപ്യൻസിൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ അവരുടെ കുത്തകയായിട്ട് മാറുകയാണ്. വിവിധ വിഭാഗം ജനങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലം പരിഗണിക്കാതെ പൊതു നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. എന്നാൽ മറ്റൊരു വശത്ത് ക്രിസ്തുമത പ്രചാരണത്തിന് മിഷണറിമാർക്ക് സർവ്വസ്വാതന്ത്ര്യവും അനുവദിച്ച് ജനങ്ങൾ അമർഷമുള്ളവാക്കി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷണറി എന്ന് പറയുന്നത് ക്രിസ്തീയ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ വരെ അധികാരം കൊടുത്ത ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർ നിർബന്ധമായും ആ ക്ലാസ് കേൾക്കാം. ഓക്കെ. പിന്നെ നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള അസംതൃപ്തി സൈനികരിലും വളരുകയായിരുന്നു. നമ്മൾ പറഞ്ഞു ശമ്പളം കുറവായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തു. കാരണം ജോലികൾ ധാരാളം ഉണ്ടായിട്ടും അവർക്ക് എന്തായില്ല, അതിനനുസരിച്ചുള്ള ശമ്പളം ലഭിച്ചില്ല. പിന്നൊന്നായിരുന്നു 1856 മുതൽ അവർക്ക് പുതിയ തരം തോക്കുകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. അത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും എന്താക്കി, ഒരുപോലെ നിഷിദ്ധമാണെന്നുള്ള എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ടും ഇതിലേക്ക് ഇത് ഉപയോഗിച്ചത് അത് അവർക്ക് ഇതൊരു യുദ്ധത്തിലേക്ക് നയിക്കാനുള്ളൊരു കാരണമായി മാറി. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 1887 മെയ് 10 മീററ്റിലെ പട്ടാളക്കാർ പരസ്യമായി ലഹള ആരംഭിച്ചു. അവർ ഡൽഹി പിടിച്ചെടുത്ത അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. എപ്പോഴാണ്? 1857 മെയ് 10. എവിടെയാണ്? മീററ്റിൽ. നമ്മളതെന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മീററ്റിലാണ് ഈ സംഭവം നടന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലഹളക്കാർ മെച്ചപ്പെട്ട യുദ്ധ സമ്പ്രദായങ്ങളും സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. ഭരണകൂടം നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടെ കലാപം അടിച്ചമർത്തി. ലഹളക്കാരുടെ അന്യൈക്യവും സംഘടനത്തിലുള്ള പരിചയക്കുറവും ഭരണകൂടത്തിന് അനുകൂലമായി. റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും വധിക്കപ്പെട്ടു. നമുക്കറിയാം ഇതിൽ ധാരാളം ചക്രവർത്തിമാർ, നാട്ടുരാജാക്കന്മാർ ഇതിലേക്ക് പങ്കെടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ പറഞ്ഞ പോലെ ബഹദൂർ ഷാ രണ്ടാമൻ. മറ്റൊരാളാണ് റാണി ലക്ഷ്മിബായി. മറ്റൊരു വ്യക്തിയാണ് താന്തിയ തോപ്പി. നാനാ സാഹിബ് നേപ്പാളിലേക്ക് എന്താക്കി പലായനം ചെയ്തു. ഇവരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത ചക്രവർത്തിമാരായിരുന്നു. ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ അഭയം തേടിയ ബഹദൂർ ഷാ രണ്ടാമൻ മേജർ വില്യം ഹോഡ്സണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനി പട്ടാളത്തിന് മുന്നിൽ 1857 സെപ്റ്റംബർ 20 കീഴടങ്ങി. അടുത്ത ദിവസം ഹോഡ്സൺ ബഹദൂർ ഷായുടെ പുത്രന്മാരായ
മിർസ മുഗൾ, മിർസ ഖിസർ സുൽത്താൻ എന്നിവരെയും പൗത്രനായ മിർസ അബൂബക്കറിനെയും ഡൽഹി ഗേറ്റിന് സമീപമുള്ള കൂനി ദർവാസയിൽ വെച്ച് എന്താക്കുകയാണ്, വെടിവെച്ച് കൊന്നു. ബഹദൂർ ഷാ രണ്ടാമനെ വിചാരണ ചെയ്ത് ബർമ്മയിലെ റംഗൂണിലേക്ക് എന്താക്കി നാട് കടത്തുകയും ചെയ്തു. ഓക്കെ, ഇത് നമ്മളെന്താക്കി ചർച്ച ചെയ്തതാണ്, അതുകൊണ്ടാണ് വായിച്ചു പോകുന്നത്. 1858 ഒരു വിളംബരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ അധികാരം അവസാനിപ്പിക്കുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. എപ്പോഴാണ്? 1858. അതിനുശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധി എന്ന നിലയിൽ വൈസ്രോയ് എന്ന സ്ഥാനപ്പേരോടുകൂടി ഭരണ നേതൃത്വം ഏറ്റെടുത്തു. എപ്പോഴാണ്? 1858. 1857 കലാപകാലത്തെ ഗവർണർ ആരായിരുന്നു? അത് കാനിങ് പ്രഭുവാണ്. 1887 കലാപകാലത്ത് ആദ്യ കലാപകാരി എന്ന് പറയുന്നത് ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ്? അതും മംഗൾ പാണ്ഡെ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ എന്താ പറയുക തൂക്കിലേറ്റിയെന്ന് പറഞ്ഞു. ഇത് അവസാനിച്ചത് എപ്പോഴാണ്? 1858 ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1887 കലാപം അവസാനിക്കുന്നത്. എപ്പോൾ? 1858 ജൂലൈയിൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആര്? റാണി ലക്ഷ്മിബായ് എന്ന് പറയുന്നത്. 1887 കലാപത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയതായിരുന്നു റാണി ലക്ഷ്മിബായ്. അവരുടെ യഥാർത്ഥ പേരെന്താണ്? മണികർണിക. എന്താണ്? മണികർണിക. ശ്രദ്ധിക്കണം, മന്ത്രാബായ് എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബീഹാറിലെ ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയതായിരുന്നു 70കാരനായ കൻവർ സിംഗ്. ഓക്കെ, അതുപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദ് ഉള്ളയുടെയും അവധിൽ ബീഗം ഹസ്രത്ത് മഹലും എന്താക്കിയിട്ടുണ്ട്? നേതൃത്വം നൽകി. ഇതൊക്കെ ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഓരോ ഭാഗത്തും, നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നടന്ന സമരമായിരുന്നു, അതിൽ ഓരോ ഭാഗത്തും നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. ഓക്കെ, 1858 ജൂൺ 17 ആര്? ഝാൻസി റാണി പോരാട്ടത്തിനിടയിൽ മരിച്ചു വീണത്. ഝാൻസി റാണിയുടെ ഒരു വാക്കുണ്ടായിരുന്നു, എന്നെ ജീവനോടെയോ ജീവനില്ലാത്ത ശരീരമോ ആർക്ക് ലഭിക്കാൻ പാടില്ല, ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ പാടില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ തന്നെ എന്താക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാർക്ക് തൊടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ റാണി ലക്ഷ്മിബായിയുടെ ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കലാപകാലത്ത് ലക്ഷ്മിബായിയുടെ കുതിരയായിരുന്നു ആര്? ബാദൽ. ഓക്കെ, ഇതിൽ നിന്നായിരുന്നു, ബാദൽ എന്ന് പറയുന്ന ഈ കുതിരയിൽ നിന്നാണ് ലക്ഷ്മിബായി എന്താക്കുന്നത്, യുദ്ധം നടത്തി അവിടുന്ന് എന്താ പറയുക വീരമൃത്യു വരിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള 2 ക്ലാസ്സോടുകൂടെ നമ്മൾ ഇന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. നിങ്ങൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി പഠിക്കുക. SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്താക്കുക ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങൾ എന്താക്കുക ടെക്സ്റ്റിലും മറ്റും നോക്കിയിട്ട് എന്താക്കുക ചർച്ച ചെയ്ത് ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ MSU ടോക്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ പറയേണ്ടതാണ്, പക്ഷേ ഇത് മുഴുവൻ ക്ലാസ് കേൾക്കുന്ന ആളുകൾക്ക് മാത്രം ആവശ്യമായിരിക്കും എന്നുള്ളൊരു നിലക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും 8 മുതൽ 10 വരെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ MSU ടോക്സിൻ്റെ ട്യൂഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്താക്കുക അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.